ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിൻഡ്രല്ലയുടെ സ്റ്റോറിയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാരഗ്രാഫ് നോക്കാം. ദ സിൻഡർ ഗേൾ, ചാരം പുരണ്ട പെൺകുട്ടി. വൺസ് അപ്പോൺ എ ടൈം, ഒരിക്കൽ, there was a rich man who lived happily with his wife and daughter. വളരെ ധനികനായ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും മകളോടും കൂടെ വളരെ സന്തോഷമായി ജീവിച്ചു വരികയായിരുന്നു. വൺ ഡേ, ഒരു ദിവസം, ഹിസ് വൈഫ് ഫെൽ സിക്ക്, അദ്ദേഹത്തിൻ്റെ ഭാര്യ രോഗബാധിതയായി. വെൻ ഷീ ഫെൽറ്റ് ദാറ്റ് ഹെർ എൻഡ് വാസ് ഡ്രോയിങ് നിയർ, അവൾക്ക് മനസ്സിലാവുകയാണ് അവളുടെ അന്ത്യം അടുത്തെന്ന്, അതായത് മരിക്കാനായെന്ന് അവൾക്ക് തോന്നുന്നു. ആ സമയത്ത് ഷീ കോൾഡ് ഹെർ ഓൺലി ഡോട്ടർ നിയർ ഹെർ ആൻഡ് സെഡ്, അവളുടെ ഏക മകളെ അടുത്തേക്ക് വിളിച്ച് പറയുകയാണ്, ഡിയർ ചൈൽഡ്, എൻ്റെ പ്രിയപ്പെട്ട മകളെ, ബി ഗുഡ് ആൻഡ് പയസ്, വളരെ നല്ല കുട്ടിയായിരിക്കുക, അതുപോലെ തന്നെ ഈശ്വര ഭക്തി ഉള്ളവളാവുക. ആൻഡ് ഗോഡ് വിൽ ഓൾവേസ് ടേക്ക് കെയർ ഓഫ് യു, ദൈവം നിന്നെ കാത്ത് രക്ഷിച്ചോളും. ഐ വിൽ ലുക്ക് അപ്പോൺ യു ഫ്രം ഹെവൻ, ഞാൻ നിന്നെ സ്വർഗത്തിൽ നിന്ന് നോക്കിക്കോളാം. ആൻഡ് വിൽ ബി വിത്ത് യു, നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. ആൻഡ് ദെൻ ഷീ ക്ലോസ്ഡ് ഹെർ ഐസ് ഫോർ എവർ, ഇത് പറഞ്ഞുകൊണ്ട് അവളുടെ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു, അതായത് അവൾ മരിച്ചു. The maiden went every day to her mother's grave and wept. മെയ്ഡൻ എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി എല്ലാ ദിവസവും അമ്മയുടെ ശവക്കല്ലറയ്ക്കരികിൽ വരും. ആൻഡ് വെപ്റ്റ്, എന്നിട്ട് കരയും. ആൻഡ് റിമൈൻഡ് പയസ് ആൻഡ് ഗുഡ്, അവൾ ഈശ്വര ഭക്തിയുള്ളവളും നല്ലവളുമായി നിലകൊണ്ടു. വെൻ ദ വിൻ്റർ കെയിം, തണുപ്പ് കാലം വന്നപ്പോൾ, ദ സ്നോ കവേർഡ് ദ ഗ്രേവ്, ആ ശവക്കല്ലറയെ മഞ്ഞ് മൂടി. വിത്ത് എ വൈറ്റ് കവറിംഗ്, അവിടേക്ക് മഞ്ഞു കൂടി വെളുത്ത നിറമായിട്ടിരുന്നു. ദെൻ ദ സൺ കെയിം ഇൻ ദ ഏർലി സ്പ്രിംഗ്, അങ്ങനെ വസന്തകാലത്ത് സൂര്യൻ നേരത്തെ ഉദിക്കുമ്പോൾ, ആൻഡ് മെൽറ്റഡ് ഇറ്റ് അവേ, അവയൊക്കെ ഉരുകിപ്പോകും. സൂൺ സിൻഡ്രല്ലാസ് ഫാദർ മാരീഡ് അഗെയിൻ, അതിനുശേഷം സിൻഡ്രല്ലയുടെ അച്ഛൻ മറ്റൊരാളെ വിവാഹം കഴിക്കുകയാണ്. ദ ന്യൂ വൈഫ് വാസ് എ പ്രൗഡ് ആൻഡ് അൺകൈൻഡ് വുമൺ, പുതിയ വൈഫ് എന്ന് പറയുന്നത് അല്പ അഹങ്കാരിയും ദയ ഇല്ലാത്തവളുമായിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു. The new wife brought her 2 daughters along with her, പുതിയ വൈഫ് അവളുടെ കൂടെ അവരുടെ 2 പെൺമക്കളെയും കൂടെ കൊണ്ടുവന്നിരുന്നു. Though they were beautiful and fair in appearance, അവരെ കാണാൻ അല്പം ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും, at heart അവർ ശരിക്കും they were wicked and ugly, അവർ വളരെ ക്രൂരകളും അതുപോലെ തന്നെ ഭംഗിയില്ലാത്തവരുമായിരുന്നു. അതായത് അവർ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും അവരുടെ സ്വഭാവം വളരെ മോശമായിരുന്നു. ആൻഡ് ദെൻ ബിഗാൻ ദ എവിൽ ടൈംസ് ഫോർ ദ പുവർ ഗേൾ, അങ്ങനെ ആ പാവം പെൺകുട്ടിയുടെ കഷ്ടകാലം അതോടുകൂടെ തുടങ്ങി. ഈസ് ദ സ്റ്റുപ്പിഡ് ക്രിയേച്ചർ ടു സിറ്റ് ഇൻ ദ സെയിം റൂം വിത്ത് us, ആസ്ക്ഡ് ദേ, അവർ ചോദിക്കുകയാണ്, ഈ വൃത്തികെട്ട ജീവിയാണോ നമ്മുടെ കൂടെ ഒരേ റൂമിൽ ഇരിക്കുന്നത്? ദോസ് ഹു ഈറ്റ് ഫുഡ് മസ്റ്റ് ഏൺ ഇറ്റ്, ആര് ഭക്ഷണം കഴിക്കുന്നുവോ അവർ അതിനുവേണ്ടി സമ്പാദിക്കണം. ഷീ ഈസ് നത്തിങ് ബട്ട് എ കിച്ചൺ മെയ്ഡ്, അവൾ ഇവിടെയുള്ള വെറും ഒരു വേലക്കാരി മാത്രമാണ്. They took away her pretty dresses and forced her to put on an old grey one. അവളുടെ ഭംഗിയുള്ള ഡ്രസ്സുകളൊക്കെ അവരെടുത്തു മാറ്റുകയും പഴയ നരച്ച ഡ്രസ്സുകൾ ധരിക്കുവാൻ അവളെ നിർബന്ധിക്കുകയും ചെയ്തു. They also gave her wooden shoes to wear, അതുപോലെ തന്നെ മരത്തിൻ്റെ ഷൂസ് അവൾക്ക് ധരിക്കാൻ കൊടുത്തു. The step-sisters laughed at her and sent her to the kitchen. Step-sisters അവളെ നോക്കി കളിയാക്കി ചിരിക്കുകയും അടുക്കളയിലേക്ക് പറഞ്ഞേക്കുകയും ചെയ്തു. There she was made to do heavy work from morning to night. അവിടെ അവൾക്ക് എന്തൊക്കെയുണ്ടായിരുന്നു? രാവിലെ മുതൽ രാത്രി വരെ ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടതായി വന്നു. Get up early in the morning, നേരത്തെ എണീക്കണമായിരുന്നു. Draw water, വെള്ളം കോരണം. Make the fire, തീ പിടിപ്പിക്കണം. കുക്ക് ആൻഡ് വാഷ്, ഭക്ഷണം പാചകം ചെയ്യണം, അലക്കണം. ഇൻ ദ ഈവനിങ്സ്, വൈകുന്നേരമാവുമ്പോഴേക്കും, ഷീ വാസ് ക്വൈറ്റ് ടയേർഡ് ആഫ്റ്റർ ദ ഡേയ്സ് ഹാർഡ് വർക്ക്, ആ ഒരു ദിവസത്തെ കഠിനാധ്വാനം കാരണം അവൾ വളരെയധികം ക്ഷീണിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആസ് ഷീ ഹാഡ് നോ ബെഡ് ടു ലൈ അപ്പോൺ, അവൾക്ക് കിടക്കാൻ ബെഡ് പോലും ഇല്ലായിരുന്നു. ഷീ ഹാഡ് ടു റെസ്റ്റ് ഓൺ ദ ഹെർത്ത് എമംഗ് ദ സിൻഡേഴ്സ്, അവൾ കിടന്നിരുന്നത് അടുപ്പിനടുത്തുള്ള ആ ചാരങ്ങൾക്കിടയിലായിരുന്നു. ഷീ ഓൾവേസ് ലുക്ക്ഡ് ഡസ്റ്റി ആൻഡ് ഡേർട്ടി, അതുകൊണ്ട് തന്നെ അവളെ എപ്പോഴും കാണാൻ പൊടി പിടിച്ച് വൃത്തിയില്ലാത്ത തരത്തിലായിരുന്നു. ആസ് ഷീ സ്ലപ്പ് ഇൻ ദ സിൻഡേഴ്സ്, ആ ചാരങ്ങൾക്കിടയിൽ കിടന്നത് കൊണ്ട് തന്നെ സോ ദേ നെയിംഡ് ഹെർ സിൻഡ്രല്ല, അവൾക്കൊരു പേരിട്ടു. എന്താണ്?
സിൻഡ്രല്ല. ദ മാജിക് ബിഗിൻസ്. മായാജാലം ആരംഭിക്കുന്നു. One day, the young prince of the land invited all the young girls of the kingdom to a ball. ഒരിക്കൽ ആ നാട്ടിലെ രാജകുമാരൻ ആ രാജ്യത്തുള്ള എല്ലാ യുവതികളെയും ആ രാജ്യത്തിലെ ഒരു നൃത്തവിരുന്നിന് ക്ഷണിക്കുകയാണ്. പ്ലാനിങ് ടു ചൂസ് ഹിസ് പ്രിൻസസ് ഫ്രം എമംഗ്സ് ദം. എന്തിനു വേണ്ടിയിട്ടാണ്? ആ പെൺകുട്ടികളിൽ നിന്നും ആ രാജകുമാരൻ്റെ രാജകുമാരിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. സിൻഡ്രല്ലാസ് സിസ്റ്റേഴ്സ് വെർ ഡിലൈറ്റഡ് ഓൺ ഹിയറിങ് ദിസ് ഇൻവിറ്റേഷൻ. സിൻഡ്രല്ലയുടെ സിസ്റ്റേഴ്സ് ഇത് കേട്ട് വളരെയധികം സന്തോഷത്തിലായി. ഈ ഒരു ഇൻവിറ്റേഷൻ കേട്ടപ്പോൾ അവർ ഹാപ്പിയായി. ദേ സെലക്റ്റഡ് ദ ബെസ്റ്റ് ഗൗൺസ്. അവർ നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്നു. ദേ ഡ്രസ്ഡ് ദെയർ ഹെയർസ്. അവരുടെ മുടിയൊക്കെ ചീകി. ബട്ട് ദേ വർ നോട്ട് ടേക്കിംഗ് സിൻഡ്രല്ല വിത്ത് ദം. പക്ഷേ അവർ സിൻഡ്രല്ലയെ അവരുടെ കൂടെ കൊണ്ടുപോയില്ല. യു ക്യാൻ ഗോ വെൻ ബെഗേഴ്സ് ഹോൾഡ് എ ബോൾ, ദേ ടോൾഡ് ഹെർ. അവർ അവളോട് പറയുകയാണ്, നിനക്ക് യാചകർ നടത്തുന്ന നൃത്തവിരുന്നിന് പോകാം. എന്നിട്ട് അവർ പറഞ്ഞു, കോംബ് അവർ ഹെയർ, ഞങ്ങളുടെ മുടി ചീകിത്ത. ബ്രഷ് അവർ ഷൂസ്, ഞങ്ങളുടെ ഷൂ ഒക്കെ തുടച്ചുത്ത. ആൻഡ് മേക്ക് അവർ ബക്കിൾസ് ഫാസ്റ്റ്, ഞങ്ങളുടെ അരപ്പട്ടയൊക്കെ വേഗം ഒന്ന് മുറുക്കിത്ത. വി ആർ ഗോയിങ് ടു ദ പ്രിൻസസ് ബോൾ, ഞങ്ങൾ രാജകുമാരൻ്റെ നൃത്തവിരുന്നിന് പോവുകയാണ്. വെൻ ഷീ ഹേർഡ് ദിസ്, അവളിത് കേട്ടപ്പോൾ സിൻഡ്രല്ല കുഡ് നോട്ട് ഹെൽപ്പ് ക്രൈങ്, അവൾക്ക് അവളുടെ കരച്ചിൽ അടക്കാൻ സാധിച്ചില്ല. ഫോർ ഷീ ടു ലൈക്ക്ഡ് ടു ഗോ ടു ദ പാർട്ടി, അവളെ സംബന്ധിച്ച് അവൾക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു ഈ പാർട്ടിക്ക് പോകുവാൻ. ഷീ ബെഗ്ഡ് ഹെർ സ്റ്റെപ്പ് മദർ ടു ടേക്ക് ഹെർ എലോങ്, അവൾ അവളുടെ രണ്ടാനമ്മയോട് അവളെയും കൊണ്ടുപോകാൻ യാചിച്ചു. വാട്ട് യു സിൻഡ്രല്ല, ഇൻ ഓൾ യുവർ ഡസ്റ്റ് ആൻഡ് ഡെറ്റ് യു വാണ്ട് ടു ഗോ ടു ദ ബോൾ, യു ഹാവ് നോ ഡ്രസ് ആൻഡ് നോ ഷൂസ്, യു വാണ്ട് ടു ഡാൻസ്. അപ്പോൾ രണ്ടാനമ്മ പറയുകയാണ്, എന്താണ് സിൻഡ്രല്ല, നീ ഈ ചളിയും ഈ പൊടിയുമൊക്കെ പിടിച്ച് എന്നിട്ട് നിനക്ക് നൃത്തവിരുന്നിന് പോകണോ? യു ഹാവ് നോ ഡ്രസ് ആൻഡ് ഷൂസ്, നിനക്ക് ഷൂസോ ഡ്രസ്സോ ഒന്നും തന്നെ ഇല്ല. യു വാണ്ട് ടു ഡാൻസ്, എന്നിട്ട് നിനക്ക് ഡാൻസും കളിക്കണമെന്നോ? ഷീ ടേൺഡ് ഹെർ ബാക്ക് ടു സിൻഡ്രല്ല, സിൻഡ്രല്ലയെ തിരിഞ്ഞു നടക്കുകയാണ്. ആൻഡ് ഹറിഡ്ലി സെറ്റ് ഔട്ട് വിത്ത് ഹെർ ടു പ്രൗഡ് ഡോട്ടേഴ്സ്. ഇത് പറഞ്ഞ് ധൃതിയിൽ അവരുടെ രണ്ട് അഹങ്കാരികളായ പെൺകുട്ടികളെയും കൊണ്ട് യാത്ര തിരിക്കുകയാണ്. When Cinderella lost sight of them, സിൻഡ്രല്ലയുടെ കാഴ്ചയിൽ നിന്ന് അവർ മറഞ്ഞപ്പോൾ she felt very sad, അവൾക്ക് വളരെയധികം വിഷമമായി. She started crying, അവൾ കരയാൻ തുടങ്ങി. Tears rolled down her cheeks, കണ്ണുനീർ തുള്ളികൾ അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങി. She thought of her own mother, അവൾ സ്വന്തം അമ്മയെ ആലോചിച്ചു. If my mother had been alive, എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ she would have sent me to the ball, അവരെന്നെ നൃത്തവിരുന്നിന് പറഞ്ഞേക്കുമായിരുന്നു. Suddenly she heard a voice, പെട്ടെന്ന് തന്നെ അവൾ ഒരു ശബ്ദം കേൾക്കുന്നു. You will certainly go to the ball, നീ തീർച്ചയായും നൃത്തവിരുന്നിന് പോകും. I am your fairy godmother, ഞാൻ നിങ്ങളുടെ തല തൊട്ടമ്മയാണ്. സിൻഡ്രല്ല ടേൺഡ് അറൗണ്ട്, സിൻഡ്രല്ല ആകെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഷീ സോ എ ഫെയറി സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഹെർ, ആ സമയത്ത് അവളുടെ മുന്നിൽ ഒരു മാലാക നിൽക്കുന്നത് അവൾ കാണുന്നു. ഐ ആം ദ ക്യൂൺ ഓഫ് ഫെയറീസ്, ഞാൻ മാലാകമാരുടെ രാജ്ഞിയാണ്. ഷീ സെഡ്, ഐ വിൽ സെൻഡ് യു ടു ദ ബോൾ, ഞാൻ നിന്നെ നൃത്തവിരുന്നിന് പറഞ്ഞേക്കാം. വെൽ സെഡ് ഹെർ ഗോഡ് മദർ, അവളോട് തല തൊട്ടമ്മ പറയുകയാണ്. ബി എ ഗുഡ് ഗേൾ, നീ നല്ല കുട്ടിയാവുക. ആൻഡ് ഐ വിൽ കോൺട്രൈവ് ദാറ്റ് യു ഷാൾ ഗോ, നിനക്ക് പോകുവാനുള്ള ഉപായങ്ങളൊക്കെ എൻ്റെ അടുക്കലുണ്ട്. ഷീ വെൻറ്റ് വിത്ത് സിൻഡ്രല്ല ഇൻ ടു ഹെർ ചേംബർ, അങ്ങനെ അവൾ സിൻഡ്രല്ലയുടെ സ്വകാര്യ റൂമിലേക്ക് പോവുകയാണ്. ആൻഡ് ടോൾഡ് ഹെർ, എന്നിട്ട് അവളോട് പറഞ്ഞു, റൺ ഇൻ ടു ദ ഗാർഡൻ, നീ പൂന്തോട്ടത്തിലേക്ക് ഓടിപ്പോകൂ. ആൻഡ് ബ്രിങ് മീ എ പംകിൻ, എന്നിട്ട് എനിക്കൊരു മത്തൻ കൊണ്ടുവരൂ. Cinderella went immediately to gather the finest pumpkin she could get. സിൻഡ്രല്ല പെട്ടെന്ന് തന്നെ ആ ഗാർഡനിലേക്ക് പോവുകയാണ്. എന്തിന്? To gather the finest pumpkin she could get, അവൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പംകിൻ എടുത്തുകൊണ്ടുവരാൻ. And brought it to her godmother, എന്നിട്ട് ആ മാലാഖയ്ക്ക് കൊടുക്കുകയാണ്. She could not imagine, അവൾക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല, how this pumpkin could help her go to the ball, ആ നൃത്തവിരുന്നിന് പോകുവാൻ ഈ പംകിൻ എങ്ങനെ സഹായിക്കുമെന്ന് പോലും അവൾക്കറിയില്ല. The fairy waved a magic wand over the pumpkin, ആ മാലാഖ ആ പംകിന് മേലെ അവരുടെ മാന്ത്രിക വടി ഒന്ന് വീശും. Suddenly
പെട്ടെന്ന് തന്നെ ദ പംകിൻ ചേഞ്ച്ഡ് ഇൻ ടു എ റെഡ് കോച്ച്. ആ പംകിൻ ഒരു ചുവന്ന രഥമായി മാറി. Then the fairy said, ആ സമയത്ത് മാലാഖ പറയുകയാണ്, യു വിൽ ട്രാവൽ ഇൻ ദിസ് കോച്ച് ടു ദ പാലസ്. ഈ രഥത്തിലാണ് നീ കൊട്ടാരത്തിലേക്ക് പോകുന്നത്. ബട്ട് വി മസ്റ്റ് ഹാവ് ഹോഴ്സസ് ടു ഡ്രോ ഇറ്റ്. പക്ഷേ ഈ രഥം വലിക്കുവാൻ നമുക്ക് കുതിരകളെ ആവശ്യമുണ്ട്. ദർ ഈസ് എ മൗസ് ട്രാപ്പ് ഇൻ ദ ബാക്ക് യാർഡ് ഓഫ് യുവർ ഹൗസ്. നിങ്ങളുടെ വീടിൻ്റെ പിറകു വശത്ത് ഒരു എലിക്കണിയുണ്ട്. ബ്രിങ് ഇറ്റ് ടു മീ. അതെനിക്ക് കൊണ്ടുപോവാ. സിൻഡ്രല്ല വെൻറ്റ് ഔട്ട് ആൻഡ് ബ്രോട്ട് ദ മൗസ് ട്രാപ്പ്. സിൻഡ്രല്ല ഓടിപ്പോയി ആ ഒരു എലിക്കണി കൊണ്ടുവന്നു. There were 6 mice in it. അതിൽ 6 എലികളുണ്ടായിരുന്നു. The fairy waved the magic wand over it. അങ്ങനെ നമ്മുടെ മാലാഖ അവരുടെ നേരെ മാന്ത്രിക വടി വീശുന്നു. And all the mice were turned into 6 white horses. എല്ലാ എലികളും 6 വെളുത്ത കുതിരകളായി മാറുന്നു. Looking at the coach and the horses, the fairy said. ഈ രഥത്തിലേക്കും ഹോഴ്സിലേക്കും നോക്കി നമ്മുടെ മാലാഖ പറയുകയാണ്, Now we have a coach to travel in and 6 horses to draw it. നമുക്കിപ്പോൾ ഒരു രഥമുണ്ട്, നിനക്ക് യാത്ര ചെയ്യുവാൻ. അതോടൊപ്പം തന്നെ 6 കുതിരകളും കിട്ടിയിട്ടുണ്ട്. ബട്ട് വി ഹാവൻറ്റ് എനി ഫൂട്ട്മെൻ. പക്ഷേ നമുക്ക് ഒരു പരിചാരകരെയും കിട്ടിയിട്ടില്ല. ഗോ എഗെയിൻ ഇൻ ടു ദ ഗാർഡൻ. നീ പൂന്തോട്ടത്തിലേക്ക് തിരിച്ചു പോകൂ. ആൻഡ് യു വിൽ ഫൈൻഡ് 6 lizards ബിഹൈൻഡ് ദ വാട്ടറിംഗ് പോട്ട്. വാട്ടറിംഗ് പോട്ടിന് പിറകെ വശത്തായി 6 ലിസാർഡ്സ് പല്ലികളെ നിനക്ക് കാണാൻ പറ്റും. ബ്രിങ് ദം. അവയെ എനിക്ക് കൊണ്ടുപോവാ. വെൻ സിൻഡ്രല്ല ബ്രോട്ട് ദ ലിസാർഡ്. അങ്ങനെ സിൻഡ്രല്ല ആ പല്ലികളെ കൊണ്ടുവന്നു. ദ ഫെയറി ചേഞ്ച്ഡ് ദം ഇൻ ടു ഫൂട്ട്മെൻ. അങ്ങനെ ഈ മാലാഖ അവയെ ഫൂട്ട്മെൻ ആക്കി, അവിടെയുള്ള കാവൽ പടയാളികളാക്കി. ദ ഫൂട്ട്മെൻ ബൗഡ് അറ്റ് ഹർ. ആ പരിചാരകൾ അവൾക്ക് നേരെ ഇങ്ങനെ കുനിഞ്ഞു. ദേ വോർ ബ്ലൂ ആൻഡ് യെല്ലോ ക്ലോത്ത്സ്. അവർ ധരിച്ചിരുന്നത് ബ്ലൂ കളറും യെല്ലോ കളറുമുള്ള ഡ്രസ്സായിരുന്നു. സിൻഡ്രല്ല വാസ് വെരി ഹാപ്പി ടു സീ ദം. സിൻഡ്രല്ല അവരെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷിച്ചു. ബട്ട് ഷീ ബിക്കെയിം സാഡ്. അവൾ പക്ഷേ സങ്കടത്തിലായി. വെൻ ഷീ ലുക്ക്ഡ് അറ്റ് ഹെർ ക്ലോത്ത്സ്. അവൾ അവളുടെ ഡ്രസ്സുകൾ നോക്കിയപ്പോൾ, ബട്ട് ഐ കനോട്ട് ഗോ ഇൻ ദീസ് റാഗ്സ് ഷീ സെഡ്. ഈ പഴന്തുടികൾ കൊടുത്ത് എനിക്ക് ആ നൃത്തവിരുന്നിന് പോകാൻ സാധിക്കില്ല. അവളിങ്ങനെ പറയാണ്. ആ സമയത്തോ, ഐ വിൽ ഗിവ് യു വണ്ടർഫുൾ ക്ലോത്ത്സ് ദ ഫെയറി സെഡ്. ആ മാലാഖ പറയുകയാണ്, ഞാൻ നിനക്ക് വളരെ ഭംഗിയുള്ള ക്ലോത്ത്സ് തരാം. ദ ഫെയറി ടച്ച്ഡ് സിൻഡ്രല്ല വിത്ത് ഹെർ മാജിക് വാൻഡ്. അങ്ങനെ മാലാഖ സിൻഡ്രല്ലയെ അവളുടെ മാന്ത്രിക വടി കൊണ്ടൊന്ന് ടച്ച് ചെയ്തു. Her rags changed into beautiful clothes of silk and gold. അവളുടെ പഴയ തുണികൾ സിൽക്ക് കൊണ്ടും ഗോൾഡ് കൊണ്ടുമുള്ള ഭംഗിയുള്ള ക്ലോത്ത്സ് ആയിട്ട് മാറി. There were diamonds in her hair. അവളുടെ മുടിയിൽ ഡയമണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. And she wore 2 pretty glass shoes. അതോടൊപ്പം തന്നെ അവൾ ധരിച്ചിരുന്ന നല്ല ഭംഗിയുള്ള ഗ്ലാസ് ഷൂസും. Then the fairy said. ആ സമയത്ത് മാലാഖ പറഞ്ഞു, You can go to the wall now. നിനക്കിപ്പോൾ നൃത്തവിരുന്നിന് പോകാം. ബട്ട് റിമെമ്പർ, ഒരു കാര്യം ഓർക്കണം. ദ മാജിക് എൻഡ്സ് അറ്റ് 12 o'clock. 12 മണിയാവും നേരം ഈ മാന്ത്രിക വിദ്യ അവസാനിക്കും. യു മസ്റ്റ് റിട്ടേൺ ഹോം ബിഫോർ ദാറ്റ് ടൈം. ആ സമയമാകുന്നതിന് മുന്നേ നീ വീട്ടിലേക്ക് തിരിച്ചെത്തണം. ദ ബാൾ, ആ നൃത്തവിരുന്ന്. സിൻഡ്രല്ല വെന്റ് ടു ദ ബാൾ ഡ്രസ്ഡ് ഇൻ എ വണ്ടർഫുൾ ക്ലോത്ത്സ്. അങ്ങനെ നമ്മുടെ സിൻഡ്രല്ല ആ നൃത്തവിരുന്നിന് പോകുകയാണ്. വളരെയധികം ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ധരിച്ചിട്ടുണ്ട്. ഷീ റോഡ് ഇൻ ദ റെഡ് കോച്ച്. ചുവന്ന രഥത്തിലാണ് അവൾ പോയത്. 6 footmen വെയിറ്റഡ് ഓൺ ഹർ. 6 കാവൽ പടയാളികൾ അവളെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻ ദ ബോൾ റൂം, ആ ഡാൻസ് റൂമിൽ, ഷീ ലുക്ക്ഡ് ലൈക്ക് എ പ്രിൻസസ്. അവളെ കാണാൻ ഒരു രാജകുമാരിയെ പോലെയുണ്ട്. നത്തിങ് വാസ് ദെൻ ഹേർഡ് ബട്ട് എ കൺഫ്യൂസ്ഡ് വോയിസ്. അവിടെ മറ്റൊന്നും തന്നെ കേൾക്കാനില്ല, ഒരൊറ്റ വോയിസേ കേൾക്കാനുള്ളൂ. എന്തായിരുന്നു അത്? ഹൗ ബ്യൂട്ടിഫുൾ ഷീ ഈസ്, ഹൗ ബ്യൂട്ടിഫുൾ ഷീ ഈസ്. അവളെ കാണാൻ എന്തു ഭംഗി, അവളെ കാണാൻ എന്തു ഭംഗി. ദ പ്രിൻസ് നോട്ടീസ്ഡ് ഹർ അറ്റ് വൺസ്. ഉടൻ തന്നെ രാജകുമാരൻ അവളെ ശ്രദ്ധിച്ചു. ഹി ഡാൻസ്ഡ് ഓൺലി വിത്ത് ഹർ. അവൻ അവളുടെ കൂടെ മാത്രം ഡാൻസ് കളിച്ചു. ഹെർ സിസ്റ്റേഴ്സ് വെർ നൗ ജെലസ് ഓഫ് ഹർ. ആ സമയത്ത് അവളുടെ സിസ്റ്റേഴ്സ് അവിടെ ഉണ്ട്. അവർ ഇവളോട് അസൂയ ഉള്ളവളായി. ബട്ട് ദേ
ഡിഡ് നോട്ട് റെക്കഗ്നൈസ് സിൻഡ്രല്ല. പക്ഷെ അവർക്ക് സിൻഡ്രല്ലയെ തിരിച്ചറിയാൻ സാധിച്ചില്ല. ഷീ വെൻറ്റ് ഓൺ ഡാൻസിങ് ആൻഡ് ഫോർഗോട്ട് എബൌട്ട് ദ ടൈം. അങ്ങനെ സിൻഡ്രല്ല ഡാൻസ് കളിക്കാൻ തുടർന്നു കൊണ്ടേയിരുന്നു. അവൾ സമയത്തെക്കുറിച്ച് മറന്നു. ദെൻ ദ ക്ലോക്ക് സ്റ്റാർട്ടഡ് ടു സ്ട്രൈക്ക് 12. ആ സമയത്താണ് ക്ലോക്കിൽ നിന്ന് 12 മണിക്ക് അടിക്കുന്നത്. ഷീ നൗ റിമെമ്പേർഡ് ദ വേർഡ്സ് ഓഫ് ദ ഫെയറി. ആ സമയത്ത് അവൾ മാലാഖയുടെ വാക്കുകൾ ഓർത്തുപോയി. ഷീ ബോഡ് ടു ദ പ്രിൻസ് ആൻഡ് റാൻ ക്വിക്ക്ലി ഔട്ട് ഓഫ് ദി ബോൾ റൂം. അവൾ രാജകുമാരനെ ഒന്ന് വണങ്ങിക്കൊണ്ട് പെട്ടെന്ന് തന്നെ നൃത്ത റൂമിൽ നിന്നും പുറത്തേക്ക് ഓടുകയാണ്. Arriving home, വീട്ടിലെത്തിയപ്പോൾ she ran to seek out her grandmother to tell everything that had happened at the ball. അവൾ വീട്ടിൽ ചെന്ന ഉടനെ തന്നെ ഗോഡ് മദറിനെ തിരയുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ നൃത്ത റൂമിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ. She said that, അവൾ പറയുന്നു, she heartily wished she could go to the ball the next day as well. അവൾ വളരെയധികം ആഗ്രഹിക്കുന്നു അടുത്ത ദിവസവും നൃത്തവിരുന്നിന് പോകുവാൻ. ബിക്കോസ് കാരണം എന്താ? ദ പ്രിൻസ് ഹാഡ് ഇൻവൈറ്റഡ് ഹർ. രാജകുമാരൻ അവളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ആ സമയത്ത് ഹർ 2 sisters knocked at the door. അവളുടെ 2 സിസ്റ്റേഴ്സ് വന്ന് ആ വാതിലൊന്ന് മുട്ടുകയാണ്. സിൻഡ്രല്ല ran and opened the door. സിൻഡ്രല്ല ഓടി വന്ന് ആ വാതിൽ തുറക്കുന്നു. You stayed such a long time, she cried, gaping, rubbing her eyes and stretching herself as if she had been sleeping. നിങ്ങൾ ഒരുപാട് നേരം അവിടെ നിന്നോ? ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന പോലെ കോട്ടുവായിട്ട് കണ്ണുകളൊക്കെ ഒന്ന് തിരുമ്മി കൈകളൊക്കെ ഒന്ന് വലിച്ചു കുടഞ്ഞുകൊണ്ട് അവൾ ഉച്ചത്തിൽ ചോദിക്കുകയാണ്. If you had been at the ball, said one of her sisters. അവളുടെ സിസ്റ്റേഴ്സിൽ ഒരാൾ പറയുകയാണ്, നീ ആ നൃത്തവിരുന്നിന് ഉണ്ടായിരുന്നുവെങ്കിൽ you would not have been tired with it. നീ ഒരിക്കലും ഇതുപോലെ ക്ഷീണിതയാവുകയില്ലായിരുന്നു. The finest princess was there. ഏറ്റവും ഭംഗിയുള്ള ഒരു രാജകുമാരി അവിടെ ഉണ്ടായിരുന്നു. The most beautiful that mortal eyes have ever seen. മനുഷ്യൻ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ ഒരു രാജകുമാരിയായിരുന്നു. സിൻഡ്രല്ല seemed very indifferent to what they said. അവർ പറഞ്ഞതിൽ വലിയ താല്പര്യമില്ലാത്തതുപോലെ സിൻഡ്രല്ല കാണിച്ചു. She asked them the name of the princess. അവൾ അവരോട് ആ രാജകുമാരിയുടെ പേര് ചോദിച്ചു. But they told her they did not know. പക്ഷേ അവർ പറഞ്ഞു അവർക്കറിയില്ലെന്ന്. സിൻഡ്രല്ല സ്മൈലിംഗ് ആൻഡ് റിപ്ലൈഡ്. സിൻഡ്രല്ല ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഷീ മസ്റ്റ് ദെൻ ബി വെരി ബ്യൂട്ടിഫുൾ ഇൻഡീഡ്. ശരിക്കും അവൾ നല്ല സുന്ദരിയായിരുന്നിരിക്കണം. ഹൗ ഹാപ്പി യു ഹാവ് ബീൻ. നിങ്ങളൊക്കെ എന്തൊരു സന്തോഷവതികളാണ്. കുഡ് നോട്ട് ഐ സീ ഹർ. എനിക്കവരെ കാണാൻ സാധിച്ചില്ലല്ലോ. ഓ ഡിയർ സിസ്റ്റർ, എൻ്റെ പ്രിയപ്പെട്ട സിസ്റ്റർ, ഡു ലെൻഡ് മീ യുവർ യെല്ലോ ഡ്രസ് വിച്ച് യു വിയർ എവറി ഡേ. നിങ്ങളുടെ ആ മഞ്ഞ ഡ്രസ്സ് എനിക്കൊന്ന് കടം തരുമോ? നിങ്ങൾ എല്ലാ ദിവസവും ധരിക്കുന്ന. യെസ് ടു ബി ഷുവർ, ക്രൈഡ് ഹെർ സിസ്റ്റർ. അപ്പോൾ അവളുടെ സിസ്റ്റർ ഉറക്കെ പറയാണ്, യെസ് തീർച്ചയായും. ലെൻഡ് മൈ ക്ലോത്ത്സ് ടു സച്ച് എ ഡേർട്ടി സിൻഡർ വെഞ്ച് ആസ് യു ആർ. നിന്നെ പോലെ ചാരം നിറഞ്ഞ് പൊടി പിടിച്ചിരിക്കുന്ന ഒരാൾക്ക്, ഒരു പെൺകുട്ടിക്ക് എൻ്റെ ഈ ഡ്രസ്സ് കടം നൽകാനോ? ഐ ഷുഡ് ബി സച്ച് എ ഫൂൾ. ഞാൻ അത്ര വലിയൊരു വിഡ്ഢിയൊന്നുമല്ല. ദ എൻ്റയർ ഫാമിലി ബേസ്റ്റ് ഇൻ ടു ലോഫർ. ആ ഫാമിലി ഒന്നടങ്കം പൊട്ടിച്ചിരിച്ചു. The next day, the 2 sisters were at the ball. അടുത്ത ദിവസം ആ 2 സിസ്റ്റേഴ്സും നൃത്തവിരുന്നിന് പോവുകയാണ്. ആൻഡ് സോ വാസ് സിൻഡ്രല്ല. നമ്മുടെ സിൻഡ്രല്ലയും പോകുന്നുണ്ട്. ഡ്രസ്ഡ് ഈവൻ മോർ മാഗ്നിഫിസെൻ്റ്ലി ദാൻ ബിഫോർ. അവളുടെ ഡ്രസ്സാണെങ്കിൽ ഇതിന് മുമ്പേ ധരിച്ചിട്ടുള്ളതിനേക്കാളും ഗംഭീരമായിരുന്നു. The prince was always by her side and never ceased to give his compliments and kind words to her. നിർത്താതെ അഭിനന്ദനങ്ങളും നല്ല വാക്കുകളും പറഞ്ഞുകൊണ്ട് രാജകുമാരൻ അവളുടെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു എല്ലാ എപ്പോഴും. സിൻഡ്രല്ല forgot about the time. നമ്മുടെ സിൻഡ്രല്ല സമയത്തെക്കുറിച്ച് മറന്നുപോയി. She thought that it was no later than 11 when she counted the clock striking 12. അവൾ വിചാരിച്ചു 11 മണിയിലും അധികമൊന്നും ആയിട്ടുണ്ടാവില്ല. പക്ഷേ ആ സമയത്താണ് ഷീ കൗണ്ടഡ് ദ ക്ലോക്ക് സ്ട്രൈക്കിംഗ് 12. 12 മണിക്ക് അടിക്കുന്നത് കേൾക്കുന്നത്. ഷീ ജംപ്ഡ് അപ്പ് ആൻഡ് ഫ്ലഡ്. അവൾ എണീറ്റ് ഓടുകയാണ്. ആസ് നിംബിൾ ആസ് എ ഡീർ. ഒരു മാൻപേട ഓടുന്നത് പോലെ. ഇൻ ഹെർ ഹറി. അവളുടെ ആ ധൃതിയിൽ ഷീ ലെഫ്റ്റ് വൺ ഓഫ് ഹെർ ഗ്ലാസ് ഷൂസ് ഇൻ ദ ബോൾ റൂം. അവളുടെ കാലിലുള്ള ഒരു ഗ്ലാസ് ഷൂ ആ
നൃത്ത റൂമിൽ വീണുപോയി. ഷീ റീച്ച്ഡ് ദ കോച്ച്. ആ രഥത്തിനടുത്തേക്ക് എത്തിയപ്പോഴേക്കും ഷീ ഹേർഡ് ദ ലാസ്റ്റ് ഡിങ് ഡോങ്. അവൾ അവസാനത്തെ മണിനാദം കേൾക്കുകയാണ്. സഡൻലി ദ കോച്ച് ബിക്കേം എ പംകിൻ. പെട്ടെന്ന് തന്നെ ആ രഥം ഒരു പംകിനായി മാറി. ദ ഹോഴ്സ് ടേൺഡ് ഇൻ ടു മൈസ്. അവിടെയുള്ള ഹോഴ്സുകളൊക്കെ മൈസായിട്ട് മാറി, എലിയായിട്ട് മാറി. ആൻഡ് ദ ഫോർച്ച്മാൻ ഇൻ ടു ഗ്രീൻ ലിസാർഡ്സ്. അവിടെയുള്ള കാവൽ പടയാളികളൊക്കെ പച്ച പല്ലികളായിട്ട് മാറി. ഹെർ ക്ലോത്ത്സ് ബിക്കേം ദ ഓൾഡ് റാഗ്സ് അഗൈൻ. അവളുടെ വസ്ത്രങ്ങൾ ആ പഴയ തുണികളായിട്ട് മാറി. ബട്ട് ദ വൺ ഷൂ ഓൺ ഹെർ ഫുട്ട് വാസ് അൺചേഞ്ച്ഡ്. അവളുടെ ഒരു കാലിലുള്ള ഷൂ മാത്രം ഒന്നും തന്നെ മാറ്റമില്ലാതെ നിന്നു. ഷീ റീച്ച്ഡ് ഹോം ബിഫോർ ഹെർ സിസ്റ്റേഴ്സ് അറൈവ്ഡ്. അവൾ വീട്ടിലെത്തി. അവളുടെ 2 സിസ്റ്റേഴ്സ് വരുന്നതിന് മുന്നേ തന്നെ എത്തിച്ചേർന്നു. സോ ദേ ഡിഡ് നോട്ട് നോ അബൌട്ട് ഹെർ ഗോയിങ് ടു ദ ബോൾ. അതുകൊണ്ട് തന്നെ സിൻഡ്രല്ല നൃത്തവിരുന്നിന് പോയത് ഈ സിസ്റ്റേഴ്സ് അറിഞ്ഞിട്ടില്ല. ദ സെർച്ച്, അന്വേഷണം. ദ പ്രിൻസ് ബിക്കേം വെരി സാഡ് വെൻ സിൻഡ്രല്ല ലെഫ്റ്റ് ഹിം. രാജകുമാരൻ വളരെയധികം സങ്കടത്തിലായി സിൻഡ്രല്ല അവനെ വിട്ടേച്ച് പോയപ്പോൾ. His servants brought him the glass shoe that Cinderella had left in the room. അവൻ്റെ സെർവൻസ്, വേലക്കാർ, സിൻഡ്രല്ല ആ റൂമിൽ വിട്ടേച്ച് പോയ ഗ്ലാസ് ഷൂ എടുത്തുകൊണ്ട് കൊടുക്കുന്നു. He wanted to find out the beautiful girl who had danced with him. അവൻ അറിയണമായിരുന്നു അവൻ്റെ കൂടെ ഡാൻസ് കളിച്ചിട്ടുള്ള ഭംഗിയുള്ള സുന്ദരി പെൺകുട്ടിയെക്കുറിച്ചറിയാൻ. The next day, അടുത്ത ദിവസം, he sent messengers. അദ്ദേഹം മെസ്സഞ്ചേഴ്സിനെ അയക്കുന്നു to announce, പ്രഖ്യാപിക്കാൻ, that the prince would visit every home to find out the lady. നമ്മുടെ രാജകുമാരൻ അവിടെയുള്ള എല്ലാ വീട്ടിലും സന്ദർശിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? to find out the lady, ആ സുന്ദരിയായ രാജകുമാരിയെ കണ്ടെത്താൻ. this news excited the ladies. അവിടെയുള്ള സ്ത്രീകൾക്കൊക്കെ വളരെയധികം ആകാംക്ഷ ഉണ്ടാക്കി. The 2 step sisters were very glad. ഈ 2 സിസ്റ്റേഴ്സും വളരെയധികം ഹാപ്പിയായി. ബിക്കോസ് ദേ ഹാഡ് pretty feet. കാരണം അവർക്ക് നല്ല ഭംഗിയുള്ള കാൽപാദങ്ങളുണ്ട്. ദേ പുട്ട് ഓൺ ദെയർ ബെസ്റ്റ് ക്ലോത്ത്സ്. അവരൊക്കെ ഏറ്റവും നല്ല ഡ്രസ്സ് ധരിച്ചു. ആൻഡ് വെയിറ്റഡ് ഫോർ ദ പ്രിൻസ്. രാജകുമാരനെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ബട്ട് സിൻഡ്രല്ല ഡിഡ് നോട്ട് ഹാവ് എനി ഗുഡ് ക്ലോത്ത്സ്. പക്ഷേ നമ്മുടെ സിൻഡ്രല്ലയ്ക്ക് ഒരൊറ്റ നല്ല ഡ്രസ്സും ഉണ്ടായിരുന്നില്ല. ദ പ്രിൻസ് വിസിറ്റഡ് എവറി ഹൗസ്. രാജകുമാരൻ എല്ലാ വീടുകളും സന്ദർശിക്കുകയാണ്. ഹി ഇൻവൈറ്റഡ് ഗേൾസ് ടു ട്രൈ ഓൺ ദ ഷൂസ്. അദ്ദേഹം ഓരോ പെൺകുട്ടിയെയും ഇൻവൈറ്റ് ചെയ്യുകയാണ് ടു ട്രൈ ഓൺ ദ ഷൂ. ആ ഷൂ ഒന്ന് ധരിച്ചു നോക്കാൻ. സിൻഡ്രല്ല ഹാഡ് ലെഫ്റ്റ് ഇൻ ദ ബോൾ റൂം. ഏത് ഷൂസാണ്? നമ്മുടെ സിൻഡ്രല്ല നൃത്ത റൂമിൽ ബാക്കി വെച്ചിട്ടുള്ള ആ ഷൂസ്. ദ ഗേൾസ് ട്രൈഡ് ഇറ്റ് ഓൺ. പെൺകുട്ടികൾ അത് ധരിക്കാൻ ശ്രമിച്ചു. ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് ഫിറ്റ് എനി വൺ ഓഫ് ദം. പക്ഷേ അവരിൽ ഒരാളുടെയും കാലിനത് പാകമായില്ല. ഫൈനലി, അവസാനം, ദ പ്രിൻസ് റീച്ച്ഡ് സിൻഡ്രല്ലാസ് ഹൗസ്. രാജകുമാരൻ സിൻഡ്രല്ലയുടെ വീട്ടിലും എത്തി. ദ എൽഡസ്റ്റ് സ്റ്റെപ്പ് സിസ്റ്റർ വെന്റ് ടു ഹർ റൂം ടു ട്രൈ ഓൺ ദ ഷൂ. ആ എൽഡസ്റ്റ് സ്റ്റെപ്പ് സിസ്റ്റർ അവളുടെ റൂമിലേക്ക് പോയി ആ ഷൂ ധരിക്കാൻ ശ്രമിക്കുന്നു. ആൻഡ് ഹർ മദർ സ്റ്റുഡ് ബൈ. അവളുടെ അമ്മ അവളുടെ അടുത്തുണ്ട്. ബട്ട് ഷീ കുഡ് നോട്ട് ഗെറ്റ് ഹെർ ബിഗ് ടു ഇൻ ഇറ്റ്. പക്ഷേ അവളുടെ വലിയ കാൽ വിരലുകൾ അതിനുള്ളിലേക്ക് കൊള്ളുന്നില്ല. ഫോർ ദ ഷൂ വാസ് ടു സ്മോൾ. ആ ഷൂ വളരെ ചെറുതായിരുന്നു. ദെൻ ഹെർ മദർ ഹാൻഡഡ് ഹെർ എ നൈഫ്. ആ സമയത്ത് അമ്മ അവൾക്കൊരു കത്തി നൽകുകയാണ്. ആൻഡ് സെഡ്, എന്നിട്ട് പറഞ്ഞു, കട്ട് ദ ടു ഓഫ്. നിന്റെ വിരലുകൾ, കാൽ വിരലുകളൊന്ന് മുറിച്ച് കളയൂ. ഫോർ വെൻ യു ആർ എ ക്യൂൻ, നീ ഒരു രാജ്ഞിയായാൽ, യു വിൽ നെവർ ഹാവ് ടു ഗോ ഓൺ ഫുട്ട്. നിനക്കൊരിക്കലും നടക്കേണ്ടി വരികയില്ല. സോ ദ ഗേൾ കട്ട് ഓഫ് ഹെർ ടു. അത് കേട്ട് ആ ഗേൾ അവളുടെ ആ കാൽ വിരലുകൾ മുറിക്കുകയാണ്. സ്ക്യൂസ്ഡ് ഹെർ ഫുട്ട് ഇൻ ടു ദ ഷൂ. എന്നിട്ട് അവളുടെ കാല് ആ ഷൂവിൽ തിരുകി കയറ്റുകയാണ്. ഷീ കൺസീൽഡ് ഹെർ പെയിൻ. അവളുടെ വേദന അവൾ മറച്ചു വെക്കുന്നു. ആൻഡ് വെൻ ഡൗൺ ടു ദ പ്രിൻസ്. രാജകുമാരൻ അടുത്തേക്ക് പോവുകയാണ്. ദ പ്രിൻസ് ലുക്ക്ഡ് അറ്റ് ഹെർ ഷൂ. പ്രിൻസ് ആ ഷൂവിലേക്ക് നോക്കുന്നു. ആൻഡ് സോ ബ്ലഡ് ഫ്ലോവിങ് അണ്ടർ ഇറ്റ്. അദ്ദേഹം കാണുന്നു രക്തം ആ ഷൂസിന് താഴേക്ക് ഒഴുകുന്നത്. നോട്ട് ദ റൈറ്റ് ബ്രൈഡ് അറ്റ് ഓൾ. നീയല്ല യഥാർത്ഥ ബ്രൈഡ്. ദ പ്രിൻസ് ഷൗട്ടഡ് ഇൻ ആങ്കർ. പ്രിൻസ് ദേഷ്യത്തോടെ ഉച്ചത്തിൽ പറഞ്ഞു. ദെൻ ദ അതർ സിസ്റ്റർ ട്രൈഡ് ദ ഷൂ. അങ്ങനെ അടുത്ത സിസ്റ്ററും ആ ഷൂ ധരിക്കാൻ ശ്രമിച്ചു. ഷീ വെൻറ്റ് ഇൻ ടു ഹെർ റൂം
ടു ഡു സോ. അവൾ അവളുടെ റൂമിലേക്ക് പോകുന്നു ആൻഡ് ഗോട്ട് ഹെർ ടൂസ് കംഫർട്ടബിളി ഇൻ. അവളുടെ കാൽ അതിൽ കൊള്ളിക്കാൻ നോക്കുന്നു. ബട്ട് ഹെർ ഹീൽ വാസ് ടു ലാർജ്. പക്ഷെ അവളുടെ ഹീല് വലുതായിരുന്നു. ദെൻ ഹെർ മദർ ഹാൻഡഡ് ഹെർ ദ നൈഫ്. ആ സമയത്ത് അമ്മ അവൾക്കും കത്തി നൽകുന്നു. സേയിങ്, എന്നിട്ട് പറയുകയാണ്, കട്ട് എ പീസ് ഓഫ് യുവർ ഹീൽ. നിന്റെ കാലിൻ്റെ ഒരു ഭാഗം, ഹീൽ എന്ന് പറയുന്നത് ഉപ്പൂറ്റിക്കാണ് കേട്ടോ, ഇങ്ങനെ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്യൂ. വെൻ യു ആർ ദ ക്യൂൻ, നീ രാജ്ഞിയായാൽ യു വിൽ നെവർ ഹാവ് ടു ഗോ ഓൺ ഫുട്ട്. നിനക്കൊരിക്കലും നടക്കേണ്ടി വരില്ല. സോ ദ ഗേൾ കട്ട് ഓഫ് എ പീസ് ഓഫ് ഹെർ ഹീൽ. അവളുടെ ഊറ്റിയിൽ നിന്നും ഒരു പീസ് അവൾ കട്ട് ചെയ്യുന്നു. ആൻഡ് ത്രസ്റ്റ് ഹെർ ഫുട്ട് ഇൻ ടു ദ ഷൂ. എന്നിട്ട് ആ ഷൂവിലേക്ക് അവളുടെ കാലിനെ തിരികെ കയറ്റുകയാണ്. ദ പ്രിൻസ് ലുക്ക്ഡ് അറ്റ് ഹെർ ഫീറ്റ്. അങ്ങനെ രാജകുമാരൻ അവളുടെ കാലിലേക്ക് നോക്കുന്നു. ആൻഡ് ബിക്കെയിം മോർ ആംഗ്രി ആൻഡ് ഷൗട്ടഡ്. അദ്ദേഹം വളരെ ദേഷ്യത്തോടെ ഉച്ചത്തിൽ പറയുന്നു, ദർ ഈസ് ബ്ലഡ് ഓൺ യുവർ ഷൂ. നിന്റെ ഷൂവിലും ബ്ലഡ് ഉണ്ട്. ദ ഷൂ ഈസ് ടു സ്മോൾ. ഈ ഷൂ വളരെ ചെറുതാണ്. നോട്ട് ദ റൈറ്റ് ബ്രൈഡ് അറ്റ് ഓൾ. ഒരിക്കലും ഇത് യഥാർത്ഥ വധുവല്ല. ദെൻ സിൻഡ്രല്ല കെയിം ഫോർവേഡ് ആൻഡ് സെഡ്. ആ സമയത്ത് സിൻഡ്രല്ല മുന്നോട്ട് വന്ന് പറയുന്നു, ലെറ്റ് മീ ട്രൈ ഇറ്റ്. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഹെർ സിസ്റ്റേഴ്സ് ലോഫ്ഡ് അറ്റ് ഹെർ. അവളുടെ സഹോദരിമാർ അവളെ നോക്കി ചിരിച്ചു. ക്ലിയർ ഔട്ട് ഓഫ് ഹിയർ. ഇവിടെ നിന്ന് പോകൂ. ഹൗ ഡെയർ യു കം ഹിയർ ഇൻ ദിസ് ഡേർട്ടി റാഗ്സ്. ഈ വൃത്തികെട്ട ഡ്രസ്സൊക്കെ ധരിച്ച് ഇങ്ങോട്ട് കടന്നു വരാൻ എങ്ങനെ നീ ധൈര്യപ്പെട്ടു? യു അഗ്ലി ക്രിയേച്ചർ. വിരൂപിയായ ജീവി. ദേ സെഡ്. അവർ പറഞ്ഞു. ബട്ട് ദ പ്രിൻസ് ആസ്ക്ഡ് ഹെർ ടു ട്രൈ ദ ഷൂ. പക്ഷേ രാജകുമാരൻ അവളോട് ആ ഷൂ ധരിക്കാൻ ആവശ്യപ്പെടുന്നു. ഐ ഹാവ് സീൻ യു സംവെയർ. ഞാൻ നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ട്. ബട്ട് ഐ കനോട്ട് റിമെമ്പർ വേർ. പക്ഷേ എവിടെയാണെന്ന് എനിക്ക് ഓർക്കാൻ സാധിക്കുന്നില്ല. ഹീ സെഡ്. അദ്ദേഹം പറഞ്ഞു. സിൻഡ്രല്ല പുട്ട് ഹെർ ലെഫ്റ്റ് ഫുട്ട് ഇൻ ടു ദ ഷൂ ആൻഡ് ഇറ്റ് ഫിറ്റഡ് ഹെർ പെർഫെക്റ്റ്ലി. സിൻഡ്രല്ല അവളുടെ ഇടതു കാൽ ആ ഷൂവിനുള്ളിലേക്ക് കയറ്റുന്നു. അത് വളരെയധികം പെർഫെക്റ്റ് ആയിട്ട് അവളുടെ കാലിൽ ഒതുങ്ങി. എവരിബഡി വാസ് അസ്റ്റോണിഷ്ഡ്. അവരെല്ലാവരും അതിശയിച്ചു. ഷീ ദെൻ പുൾഡ് ഔട്ട് ദ അതർ ഷൂ ഫ്രം ഹെർ പോക്കറ്റ്. അങ്ങനെ അവൾ അവളുടെ പോക്കറ്റിൽ നിന്ന് മറ്റേ ഷൂം എടുക്കുന്നു. ആൻഡ് പുട്ട് ഇറ്റ് ഓൺ ഹെർ റൈറ്റ് ഫുട്ട്. എന്നിട്ട് അവളുടെ വലതു കാലിൽ അത് ധരിക്കുന്നു. ജസ്റ്റ് ദെൻ, ആ സമയത്ത് ദ ഫെയറി അപ്പിയേർഡ് ആൻഡ് ടച്ച്ഡ് ഹെർ വിത്ത് ഹെർ മാജിക് വാൻഡ്. ആ മാലാഖ അവിടെ പ്രത്യക്ഷപ്പെട്ട് അവളുടെ മാന്ത്രിക വടി കൊണ്ട് സിൻഡ്രല്ലയെ ടച്ച് ചെയ്യുന്നു. ഇൻ എ മൊമെൻറ്റ്, ഉടൻ തന്നെ, ഹെർ റാഗ്സ് ചേഞ്ച്ഡ് ഇൻ ടു ക്ലോത്ത്സ് ഓഫ് സിൽക്ക് ആൻഡ് ഗോൾഡ്. അവളുടെ ആ പഴയ തുണികൾ നല്ല സിൽക്കും ഗോൾഡും ഒക്കെയുള്ള ക്ലോത്ത്സ് ആയിട്ട് മാറുന്നു. ദ പ്രിൻസ് ഡാൻസ്ഡ് വിത്ത് ജോയ് ആൻഡ് ക്രൈഡ്. സന്തോഷത്തോടു കൂടി പ്രിൻസ് ഡാൻസ് കളിച്ചു. ആൻഡ് ക്രൈഡ്. എന്നിട്ട് ഉച്ചത്തിൽ പറഞ്ഞു, ദിസ് ഈസ് ദ റൈറ്റ് ബ്രൈഡ്. ഇതാ യഥാർത്ഥ വധു. ദ ഷൂസ് ആർ ഫിറ്റ് ഫോർ ഹെർ. ഈ ഷൂസ് അവൾക്ക് കറക്റ്റാണ്. ഷീ ഈസ് ദ റൈറ്റ് ബ്രൈഡ് ആഫ്റ്റർ ഓൾ. ഇവൾ തന്നെയാണ് യഥാർത്ഥ വധു. ഹീ സെഡ് ടു സിൻഡ്രല്ല. അവൻ സിൻഡ്രല്ലയോട് പറഞ്ഞു, യു ആർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ ഇൻ ദ കൺട്രി. നീയാണ് ഈ രാജ്യത്തിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടി. ഐ വിൽ മേക്ക് യു മൈ ബ്രൈഡ്. ഞാൻ നിന്നെ എൻ്റെ വധുവാക്കും. ദ പ്രിൻസ് മാരീഡ് ആൻഡ് ടുക്ക് ഹെർ ടു ദ പാലസ്. പ്രിൻസ് അവളെ വിവാഹം കഴിച്ച് ആ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. സിൻഡ്രല്ല പാർഡൺഡ് ഹെർ സിസ്റ്റേഴ്സ്. സിൻഡ്രല്ല അവളുടെ സിസ്റ്റേഴ്സിനോട് ക്ഷമിച്ചു. ആൻഡ് ടുക്ക് ദം ടു ദ പാലസ്. അവരെയും കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. ദേ ലിവ്ഡ് ദെയർ ഹാപ്പിലി ദെയർ ആഫ്റ്റർ. അവിടെ അവർ സുഖമായി ജീവിച്ചു. മൈ ഡിയർ ചിൽഡ്രൻ, നിങ്ങൾക്ക് സ്റ്റോറി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണല്ലേ. എനിവേ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ, ബൈ ബൈ.